കൊല്ലം തിരുമൂലവാരപുരത്ത് അസ്ഥികൂടം കണ്ടെത്തി. ആൾതാമസമില്ലാത്ത വീടിന് പുറകിലാണ് അസ്ഥികൂടം കണ്ടെത്തിയത്. കൊല്ലം വെസ്റ്റ് പോലീസ് സ്ഥലത്തെത്തി. കുറച്ചു കാലമായിട്ട് ഈ വീട് അടഞ്ഞു കിടക്കുമായിരുന്നു. അടച്ചിട്ട് അപ്പോൾ ഇന്ന് രാവിലെ ചവറയിലുള്ളൊരു ചേച്ചി ഇവിടെ തേങ്ങ അടക്കാനായിട്ട് വന്നു. അപ്പോൾ അവർ ഒരു ആളുമായിട്ടാണ് തേങ്ങ അടക്കാൻ വന്നത്. അപ്പോൾ അവരിവിടെ വന്നപ്പോൾ ബാക്കിലൊരു മെത്ത കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ മെത്ത എടുത്ത് അവരും കളയാനായിട്ട് ഭാവിച്ചു. അപ്പം സ്കെൽറ്റൻ കിടക്കുന്ന കണക്ക് തോന്നി. അപ്പം ഇത് കഴിഞ്ഞ കുറച്ച് നാളിന് മുമ്പ് ഇവിടെ ഡ്രാമ റിഹേഴ്സലിനായിട്ട് ഇവർ ഇത് റെൻറ്റിന് കൊടുക്കുന്നത് ഇങ്ങനെ അറിഞ്ഞ്. അപ്പോൾ ഈ റെൻറ്റിന് കൊടുത്തതിൻ്റെ ഫലമായിട്ടും ഈ ഡ്രാമയുടെ വല്ല ലിജോയുടെ വിവരങ്ങൾ നൽകാനായി ലിജോ, ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ. ഈ മനയിൽക്കുളങ്ങരയിലെ ആൾതാമസമില്ലാത്ത വീടിന് പുറകിലാണ് ഇത്തരത്തിൽ അസ്ഥികൂടം കണ്ടെത്തിയത്. ആ അസ്ഥികൂടം കണ്ടെത്തിയ വീട്ടിൽ 4 മാസത്തിലധികമായി ആൾതാമസം ഇല്ല എന്നുള്ള കാര്യം പോലീസും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവസാനമായി ആ വീട്ടുടമ വന്ന് മടങ്ങിയത് 4 മാസം മുൻപായിരുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ തേങ്ങ ഇടുന്നതിന് വേണ്ടി അവിടെ ആളും വൃത്തിയാക്കുന്നതിലൂടെ ആൾ വന്ന സമയത്തായിരുന്നു ഇത്തരത്തിൽ അസ്ഥികൂടം കണ്ടെത്തുകയും ആദ്യം അവർക്ക് അത് ഒരു സംശയം തോന്നി. പക്ഷെ അടുത്തേക്ക് ചെന്ന് ആ ഒരു സ്മെല്ലും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായതിനെ തുടർന്നാണ് ഉടൻ പോലീസിനെ വിവരം അറിയിച്ചത്. കൊല്ലം വെസ്റ്റ് പോലീസിനെയാണ് വിവരം അറിയിച്ചത്. പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. മധ്യവയസ്കനായ ഒരു പുരുഷന്റേതെന്ന് തോന്നിക്കുന്ന അസ്ഥികൂടമാണ് കണ്ടെത്തിയെന്നുള്ളതാണ് ഫോറൻസിക് സംഘത്തിന്റെ ഒരു പ്രാഥമിക നിഗമനം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇക്കാര്യം, ആരാണ്, എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഈ അസ്ഥികൂടത്തിനൊപ്പം തന്നെ ഒരു പാന്റും നീല ഷർട്ടും ഉണ്ടായിരുന്നു. അതുൾപ്പെടെ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഫോറൻസിക് സംഘം വിശദമായ പരിശോധന നടത്തി ഈ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിന്നും മിസ്സായ ആരെങ്കിലും, ഈ ഒരു മധ്യവയസ്കന് മിസ്സായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ശരി, ലിജോയാണ് വിവരങ്ങൾ നൽകിയത്.